ഹലോ കൂട്ടുകാരെ, രണ്ടാനച്ഛനും മകളും കൂടെ അമ്മ അറിയാതെ ഒപ്പിക്കുന്ന കുറച്ച് കുൽസിത പ്രവർത്തനങ്ങൾ അമ്മ കണ്ടുപിടിക്കുന്നു. അതാണ് ഈ കഥയുടെ ഒരു സംഭവം. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഇതാണ് കേട്ടോ, ഇവരുടെ അമ്മ. ഇവരുടെ പേര് ഡെയ്സി എന്നാണ് കേട്ടോ. ഇവരുടെ ആദ്യത്തെ കെട്ടിയവൻ മരിച്ചു. ഇവർക്കൊരു മോളുണ്ട്. പിന്നെ രണ്ടാമത് വേറെ കല്യാണം കഴിച്ചു. അതിൽ മക്കളൊന്നുമില്ല. അങ്ങനെ ഇവർ ഫാമിൽ ഇങ്ങനെ പൂവുള്ള അവിടെയാണ് പണി ചെയ്യുന്നത്. അപ്പോൾ പണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് സൈക്കിളൊക്കെ വെച്ചിട്ട് വീടിനുള്ളിൽ കയറുകയാണ്. അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. മകള് പഠിക്കാൻ പോയിക്കുക, ഇവരെ കെട്ടിയാൽ ജോലിക്ക് പോയിക്കണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് ടി വി കാണുകയാണ്. അപ്പോഴത്തേക്കും ഇവരുടെ കെട്ടിയാൻ വരും കേട്ടോ. കെട്ടിയാൽ ആൾ കുഴപ്പമൊന്നുമില്ല. ഇവരോട് സുഖമാണോ, നീ എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പോകും. പക്ഷെ അത്ര താല്പര്യമില്ല, അത് ഇവർക്ക് അറിയാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മോള് വന്നു. അമ്മ ഞാൻ എത്തി, ഫുഡ് എടുത്ത് വെക്കുക, വിശക്കുന്നു എന്ന് പറയും. പിന്നെ ഇവർ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാനിരിക്കുമ്പം ഈ അച്ഛനും ഈ മോളും തമ്മിൽ വലിയ സംസാരമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവരത്ര കമ്പനിയൊന്നുമില്ല, രണ്ടാനച്ഛനല്ലേ. എന്നിട്ട് ഈ അമ്മ പറയും, മോളെ നീ മുടി കെട്ടി വെക്ക്, ഈ മുടി ഇങ്ങനെ അഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചാൽ മുടിയൊക്കെ ഭക്ഷണത്തിൽ വീടില്ലേ. അപ്പോൾ ഇയാൾ പറയും, ഇവർക്ക് ഇതാണ് ചേരുന്നത്, ഇത് നല്ല രസമുണ്ടെന്നൊക്കെ പറയും. എന്നിട്ടാണെങ്കിൽ ഈ പെണ്ണാണെങ്കിൽ മുടി കെട്ടി വെക്കും. അപ്പോൾ കയ്യിലൊരു ബുഷ് ഉണ്ട് കേട്ടോ, അത് വെച്ചാണ് കെട്ടുന്നത്. ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഈ ഡെയ്സിയും കെട്ടീനും കൂടെ ചുമ്മാ കട്ടിലിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അതിനിടയ്ക്ക് ഈ കെട്ടീനാണെങ്കിൽ ഡെയ്സിയുടെ കൈയെടുത്ത് ദേഹത്ത് വെക്കും. പിന്നെ ഇവളെ പടത്തേക്ക് നീങ്ങി കിടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവർ എണീറ്റ് പോകും കേട്ടോ. എണീറ്റ് പോയിട്ടിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, ജോലിക്ക് പോകണം, ഇന്ന് ചിലപ്പം കുറച്ച് താമസിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്, എന്ന് വെച്ചാൽ ഒരു ഒഴിഞ്ഞു മാറൽ പോലെയാണ്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ വിഷമം വന്നിട്ട് ഇവളാണെങ്കിൽ തിരിഞ്ഞ് കിടന്നോട്ടാ. പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. അപ്പോൾ ഈ രാത്രി ഇവൾ ഫുഡ് ഉണ്ടാക്കുകയാണ്, എന്തൊക്കെ അരിയാണ്. അപ്പോൾ സമയം 9 മണിയായി. ഇതുവരെ അച്ഛനും വന്നിട്ടില്ല, മകളും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഇയാൾ അവിടെ ജോലി ചെയ്യുന്ന ഫാമിൻ്റെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ട് ഇവർ ജനലിൽ കൂടെ നോക്കുമ്പം ഇയാൾ അവിടെ ഇരിപ്പുണ്ട്, ലാമ്പും കത്തിച്ചുകൊണ്ട്. ഈ പുള്ളിക്കാരൻ ലാമ്പ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൂടെ ആരും ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ദാ നിൽക്കുന്നു മകള്. ഇവരാണെങ്കിൽ ഞെട്ടിപ്പോയില്ലേ. അപ്പോൾ ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഈ രണ്ടാനച്ഛനും മകളും കൂടെ കുൽസിത പ്രവർത്തനങ്ങളാണ് ഫുള്ള്. അപ്പോൾ ഇവർക്കിത് സംശയം തോന്നി എന്താണെന്ന് വെച്ചാൽ ഇയാൾക്കാണെങ്കിൽ ഇവരോട് ഒരു താല്പര്യമില്ല, അതാണ് പരിപാടി. ഇവരാണെങ്കിൽ ഇത് കണ്ടിട്ട് ഞെട്ടിയില്ല. എന്ന് വെച്ചാൽ മകളും അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആളും കൂടെയല്ലേ, ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇവരാണെങ്കിൽ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും കേട്ടോ. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയാൽ എല്ലാവരും അറിയും, നാട്ടുകാരറിയും, അങ്ങനെ മൊത്തം പ്രശ്നമാകും. ഇവരാണെങ്കിൽ എന്നിട്ട് സൈക്കിൾ എടുത്ത് പോകാൻ തുടങ്ങുമ്പം മകളുടെ തലയിലിടുന്ന ബുഷ് ഉണ്ടല്ലോ, അത് ഇവർക്ക് കിട്ടും. എന്നിട്ട് ഇവരതെടുത്തിട്ട് പോവുകയാണ്. എന്നിട്ട് ഇവരാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ആകെ എന്താ ചെയ്യേണ്ടതെന്നൊരവസ്ഥയാണ്. എന്ന് വെച്ചാൽ തളർന്നു പോയി, ഫുള്ള് ജീവൻ പോയ പോലെയുള്ള അവസ്ഥയായി. എന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര കരച്ചിലും പിഴിച്ചിലും. എന്ന് വെച്ചാൽ ഒരമ്മയും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ഇവർ കണ്ടത്. അമ്മാതിരി ഒരവസ്ഥയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കെട്ടിയാൽ വന്നു കേട്ടോ. പിന്നെ മകൾ വന്നു, അമ്മ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അതാ താമസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് വന്നു കേട്ടോ. ഇവർക്കാണെങ്കിൽ സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നു. പിന്നെ ഇവരാണെങ്കിൽ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയും, മകളോട് പറയും, എടി നീ എന്താ തലയിൽ ബുഷ് കെട്ടാത്തെന്ന് പറയും. അപ്പോൾ ഈ മകളാണെങ്കിൽ തലയിൽ ബുഷ് കെട്ടും. ബുഷ് കെട്ടുമ്പോൾ മുടിയാണെങ്കിൽ കെട്ടിയിട്ട് ബുഷ് നോക്കുമ്പോൾ അത് കാണില്ല. അപ്പോൾ ഇവരാണെങ്കിൽ ഈ ബുഷ് അങ്ങ് നീക്കി വെച്ച് കൊടുക്കും. അത് കണ്ടപ്പോഴത്തേക്കും മകളുടെ കിളി പോയി. മകളാണെങ്കിൽ അയാളെ ഒന്ന് നോക്കും. അവർ പരസ്പരം നോക്കും. 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.